ഒരു ദിവസം 2 ചായയെങ്കിലും കുടിക്കാത്ത മലയാളികൾ ചുരുക്കമാണ്. ഇനി അതിനും സാധിക്കുമോ എന്നൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുകയാണ്. കാരണം മിൽമ അവരുടെ പാലിൻ്റെ വില കൂട്ടുന്നു എന്നൊരു വാർത്ത വരികയും അതിന് ധാരണയായതായി ഒരു സൂചന പുറത്തു വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തന്നെ നിലവിൽ പാലിൻ്റെ വില കൂട്ടിയിട്ടില്ല. എന്നാൽ വരുന്ന മെയ് മാസം 15-ാം തീയതിയോട് കൂടി തന്നെ അതിൻ്റെ വില കൂട്ടുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ചെറുകിട വ്യവസായം നടത്തുന്ന, ഇതുപോലെ ചായക്കട, ഹോട്ടലുകളൊക്കെ നടത്തുന്ന ആൾക്കാരെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാത്രമല്ല, ഇതോടൊപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വരും. ആദ്യം നമുക്കറിയാം, നിലവിൽ ഇപ്പോൾ ഗ്യാസിൻ്റെ വളരെയധികം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇപ്പോൾ ഇറാനും US-ഉമായി നടക്കുന്ന യുദ്ധത്തെ തുടർന്നുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്നതിനാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കപ്പലുകൾ വരാത്തതും, നമുക്ക് ഇന്ത്യക്ക് വേണ്ടി ഹോർമൂസ് തുറന്നു നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും ഗ്യാസിൻ്റെ പ്രതിസന്ധി ഇപ്പോഴും രൂക്ഷമായി തന്നെ തുടരുകയാണ്. അപ്പോൾ നിലവിൽ ഈ ഗ്യാസിൻ്റെ രൂക്ഷവും പാലിൻ്റെ വിലയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത് ശരിക്കും ഇത്തരത്തിൽ ചായക്കട കച്ചവടം നടത്തുന്ന ചെറുകിട വ്യവസായികൾക്ക് അത് വലിയൊരു വയറ്റിത്തടിക്കുന്ന ഒരു സംഭവം തന്നെയായിട്ട് മാറും. എന്തു തന്നെ ആയാലും അവർക്ക് ഇതിനോട് എന്താണ് പ്രതികരിക്കാൻ, ചായക്കട നടത്തുന്ന ചെറുകിട വ്യവസായികൾക്ക് ഇതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം. ഇപ്പം പാലിൻ്റെ വില കൂട്ടാൻ പോകുകയാണെന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പം ചായക്കടക്കാരെയാണ് കൂടുതലായിട്ട് അത് ബാധിക്കുക. കാരണം പാല് വാങ്ങിക്കുന്നു, ചായയുടെ ഇവിടെ എത്ര കവർ പാൽ ഒരു ദിവസം വേണ്ടി വരുമായിരിക്കും? ഇവിടെ ഒരു ദിവസം 80, 90, 100 അങ്ങനെയെല്ലാം പോകും. 80, 100 പാല് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെൻസ് ഇനിയിപ്പോൾ വില കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 രൂപ മുതൽ 6 രൂപയൊക്കെ കൂട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? അതിപ്പോൾ ഓൾറെഡി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസില്ലാത്തതൊന്നും മൊത്തത്തിൽ ബുദ്ധിമുട്ട് തന്നെ. അപ്പോൾ ഇനി പാലിൻ്റെ റേറ്റും കൂടിയാൽ ഈ ചായക്കടക്കാർക്ക്, ഹോട്ടൽ കടക്കാർക്ക്, ഈ മുതലാൾക്കാർക്കും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇതിൽ. നിങ്ങൾക്കത് വലിയൊരു പ്രശ്നം തന്നെയായിട്ട് പ്രശ്നമാവും എല്ലാവർക്കും. അതായത് നമുക്കെല്ലാം കച്ചവടക്കാർക്ക് മെയിനായിട്ട് ബുദ്ധിമുട്ടാവും. ഇപ്പൊ ഈ ഒരു ഗ്യാസിന്റെ പ്രശ്നം വന്നതിന് ശേഷം കട അടച്ചിടേണ്ടതായിട്ട് എന്തെങ്കിലും വന്നു? അടച്ചിട്ട് ഒരു 4-5 ദിവസം ഇടയ്ക്ക് കട അടച്ചിട്ട് ഈ ഗ്യാസിന്റെ പ്രശ്നം വന്ന സമയത്ത്. ഇനിയിപ്പോൾ ഈ ഒരു പാലിന്റെ വിലയും കൂടെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടിലും വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുമല്ലേ? ബുദ്ധിമുട്ടാവും, പക്ഷെ നമുക്ക് മുമ്പോട്ട് പോയാൽ പറ്റുമല്ലോ. ഇതാണ് നമ്മുടെ തൊഴിൽ, മുന്നോട്ട് പോയാൽ ഇത് നമ്മുടെ തൊഴിൽ തന്നെ. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇനിയിപ്പോൾ എത്ര റേറ്റ് കൂട്ടിയാലും നമുക്ക് ഇപ്പം ചായക്ക് ഒരു 1 രൂപ 2 രൂപ കൂട്ടാൻ പറ്റും. ആൾക്കാർ ചായ കുടിക്കുന്നവർ ചായ നിർത്തൂല. ഇപ്പം നമുക്ക് കച്ചവടം ചെയ്യുന്നവർക്ക് കച്ചവടം നിർത്താൻ പറ്റൂല. മുമ്പോട്ട് പോകണമെന്ന് ഇപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകണം. അപ്പോൾ ഇതിന് ബന്ധപ്പെട്ട ആൾക്കാർ അതിൻ്റെതായ രീതിയിൽ കാണണം, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു, ഞാനൊക്കെ ഒരു ചായ കുടിക്കുന്ന സമയത്ത് ചായയുടെ വില 10 രൂപയായിരുന്നു. അത് കഴിഞ്ഞ് ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നം വന്നപ്പോൾ 12 ആയി. ഇനിയിപ്പോൾ അതും കൂടെ കഴിഞ്ഞ് 15 രൂപയിലൊക്കെ ചായയുടെ വില വരുമോ? മേ ബി മുമ്പോട്ട് വരാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റൂല. ഇതുപോലെ പോയാൽ ഇതിന് മുമ്പോട്ട് അങ്ങനെ ആവും, ചാൻസ് ഉണ്ട്. മലയാളികൾക്ക് ചായ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ഇനി ഒരു 15-20 രൂപ കൊടുത്ത് വാങ്ങണമെന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതന്നെ ഓരോരോ ആൾക്കാർ, ഏജുള്ള ആൾക്കാരാണ് കൂടുതൽ ചായ കുടിക്കുന്നത്. അവർക്ക് ചായയിലും പറ്റൂല, തലവേദന അങ്ങനത്തെ കുറേ ഇതുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർ ഓരോരു സമയത്ത് വന്നിട്ട് ഒരു ദിവസം 2-3 ചായ കുടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ റേറ്റ് കൂടുന്നവരും അവർക്ക് അതിൻ്റെ എക്സ്പെൻസ് കൂടുന്നുണ്ട് ആൾക്കാർക്ക്. ചായ പറയുമ്പോൾ എല്ലാവരും കുടിക്കും, രാവിലെ വൈകുന്നേരം എല്ലാം കുടിക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ അവർക്ക് എക്സ്പെൻസ് കൂടുമ്പോൾ അവർ ബുദ്ധിമുട്ടാവും എല്ലാവർക്കും. അതെ, ചായ കുടിക്കുന്നതോറും മീൻസ് ചായ ഇങ്ങനെ വില കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുടിക്കുന്നത് നിർത്തുകയും ചെയ്യും. നിങ്ങളുടെ വയറ്റിത്തടിക്കുന്ന ഒരു പരിപാടിയായി. അതെ കറക്റ്റാണ്, ശരിയാണ്, അതാണ്. ശരി, താങ്ക് യു. ഓക്കെ, വെൽക്കം.